അനുഗ്രഹിക്കുന്നു. തലേ കൈവച്ചു. ESP പാരാനോർമൽ അതീന്ദ്രിയം എന്ന ചാനലിലെ പുതിയൊരു സെഗ്മെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ചെങ്ങന്നൂർ അടുത്തുള്ള വട്ടയത്തിൽ തറവാടിലാണ്. അപ്പോൾ അവിടെ അജയൻ എന്ന പേരുള്ള വിഷചികിത്സ ഇപ്പോൾ സാമ്പ്രദായികമായിട്ട് അനുവർത്തിച്ചു വരുന്ന ഒരു വിഷഹാരിയുടെ അടുത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. പക്ഷെ അദ്ദേഹം ഒരു വിഷ വൈദ്യൻ മാത്രമല്ല, അതിനേക്കാൾ അപ്പുറത്ത് ഒത്തിരി ആത്മീയ അന്വേഷണങ്ങൾ നടത്തുന്ന ഒരു മഹത് വ്യക്തിത്വമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മയിലൂടെയാണ് ചികിത്സയുടെ പാരമ്പര്യം അദ്ദേഹത്തിലേക്ക് എത്തിയതെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അമ്മയെ നമ്മൾ ആദ്യം പരിചയപ്പെട്ടു. അമ്മ ഇപ്പം ചികിത്സയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അമ്മയിൽ നിന്നും അതുപോലെ തന്നെ ഗുരു കാരണവന്മാരിൽ നിന്നും പരമ്പരയായി ലഭിച്ച വിദ്യകൾ അദ്ദേഹം പൊതുജനങ്ങൾക്കായിട്ട് മറ്റുള്ളവരുടെ എന്താ പറയുക മാനവ ഹിതാർത്ഥം അദ്ദേഹം പ്രവർത്തിച്ചു വരികയാണ്. അപ്പോൾ അദ്ദേഹത്തെ ഏറ്റവും ആദരവോടുകൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം. നമസ്കാരം. നമസ്കാരം. അപ്പോൾ വിഷചികിത്സയെക്കുറിച്ച് തന്നെ തുടങ്ങാം. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ഈ ഒരു സബ്ജക്റ്റ് കൈകാര്യം ചെയ്തത്. നാഗങ്ങളെക്കുറിച്ചും സർപ്പങ്ങളെക്കുറിച്ചും നാഗക്കാവുകളെക്കുറിച്ചും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് തന്നെ ആധുനിക ശാസ്ത്രം അതിൻ്റെ ഊർജ്ജ വിന്യാസമായിട്ടാണ് നമ്മൾ നാഗങ്ങളെ കാണുന്നത്. അപ്പം നാഗ ചൈതന്യം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ഒന്നാണെന്നും നമ്മുടെ ഉള്ളിൽ തന്നെ അസംഖ്യം നാഗങ്ങളുണ്ട് എന്നും ഒക്കെ ഉള്ള ഇതിപ്പോൾ എല്ലാവർക്കും ഏതാണ്ട് അറിയാവുന്നതാണ്. അപ്പം നമ്മുടെ ബീജത്തിൽ തന്നെയുള്ള പുരുഷ ബീജം അത് തന്നെ അതെ കുണ്ടലിനി ആണെങ്കിലും ഇതെല്ലാത്തിനും തന്നെ നാഗരൂപം, ഉയർന്ന ബോധാവസ്ഥയാണ് നാഗരൂപം. ഇങ്ങനെ പല രീതിയിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ നാഗങ്ങൾ യഥാർത്ഥത്തിൽ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി ഭൂമിയിലുണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ച് വരുന്നു. എന്നാൽ ചില പുസ്തകങ്ങളിൽ പറയുന്നത് നാഗലോകത്തുള്ള ഏറ്റവും മികച്ച നാഗങ്ങളെ, ഏറ്റവും ഉത്കൃഷ്ടരായ നാഗങ്ങളെ മനുഷ്യന്റെ ഈ തിന്മയുടെ അളവ് കൂടിയത് കൊണ്ട് പിൻവലിച്ചു എന്നും ഇപ്പൊ പിന്നെ സാധാരണക്കാരായ ചില നാഗങ്ങൾ അവിടെ ഉള്ളതെന്നൊക്കെ ഉള്ള അതുകൊണ്ട് ശ്രീ എമ്മിന്റെ പുസ്തകത്തിൽ നാഗലോകത്തിലുള്ള സെക്കൻഡ് കമാൻഡർ അദ്ദേഹം വരുന്നതായിട്ടും അദ്ദേഹത്തെ നേരിട്ട് ദർശിച്ചായിട്ടുള്ള റെഫറൻസുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ നാഗങ്ങളും സർപ്പങ്ങളും വ്യത്യസ്തരാണെന്നൊക്കെ ഇങ്ങനെ പലതും നമ്മൾ പറയുന്നുണ്ട്. ഇതിലിപ്പോൾ നമ്മുടെ ചുറ്റാകെയുള്ള ഈ പാമ്പുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന സർപ്പങ്ങൾ എന്ന് പറയുന്ന അവർ ഈ മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട് അധിവസിച്ച് വരുമ്പോൾ നമ്മൾ കേൾക്കുന്ന കുറേ പദങ്ങളുണ്ട്. നാഗമാണിക്യം, അതുപോലെ തന്നെ നാഗക്കാവുകൾ, നൂറുംപാലും, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട്. അപ്പൊ എങ്കിലും ഇവയെ മനുഷ്യൻ പേടിക്കുന്നത് പ്രധാനമായിട്ടും അവയുടെ ദംശനത്തിനെയാണ് പേടിക്കുന്നത്. അപ്പൊ വിഷമുള്ളത് എത്ര എണ്ണം, വിഷമില്ലാത്തത് എത്ര എണ്ണം, അപ്പൊ ഇങ്ങനെ അസംഖ്യം കാര്യങ്ങൾ അതിൽ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. അപ്പൊ അങ്ങയുടെ വിഷ പാരമ്പര്യ ചികിത്സ, അപ്പൊ അതിന്റെ ആ ഒരു നാൾ വഴികളും അതിന്റെ ഒരു സമ്പ്രദായങ്ങളും ഒക്കെ ഒന്ന് ചുരുക്കി പറയാമോ? ചുരുക്കി പറയാം. ഇത് ഇവിടുത്തെ പാരമ്പര്യമല്ല വിഷചികിത്സ എന്ന് പറഞ്ഞ വട്ടയത്തിലെ തറവാടിന്റെ പാരമ്പര്യമല്ല. എൻ്റെ അച്ഛൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയത്തിൽ തണ്ടാരുടെ മൂത്ത മകനാണ് നാണു എന്ന് പറയുന്ന ആളാ. നാണു ആയിരുന്നു വൈദ്യൻ. അവിടുന്ന് വന്ന് എൻ്റെ അച്ഛൻ്റെ അമ്മയെ കല്യാണം കഴിച്ച് ഇവിടെ കൂടിയതാ. അങ്ങനെയാണ് ഒരു 3 തലമുറയ്ക്ക് മുന്നേ, ഇത് 3ാമത്തെ തലമുറയാണ്. അതിന് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വല്യച്ഛനായിരുന്നു ചികിത്സ. അവിടെ എത്ര കാലം ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ വല്യച്ഛൻ വന്ന് അമ്മയെ കല്യാണം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ചികിത്സ തുടങ്ങി. ഇവിടെ ചികിത്സ തുടങ്ങിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി ചികിത്സിക്കുക. അന്ന് കാലത്ത് വല്യച്ഛൻ പൈസ വാങ്ങാറേ ഇല്ല. നമഃ ശിവായ. ദക്ഷിണ മാത്രമേ വാങ്ങാറുള്ളൂ, കയ്യിൽ വാങ്ങില്ല. ഈ വിളക്ക് കത്തിക്കുന്നിടത്ത് ആരാണോ മനസ്സുപോലെ എന്തെങ്കിലും വെച്ചാൽ വാങ്ങുമെന്നല്ലാതെ അതിനപ്പുറത്ത് ഇപ്പോഴും പൈസ വാങ്ങിയുള്ള ചികിത്സയില്ല. വരും, മരുന്ന് കൊടുക്കും, അവർക്ക് മനസ്സുണ്ടേ വെക്കും. ചിലർ പാവങ്ങളാണെങ്കിൽ തിരിച്ചു കൊടുക്കാറുണ്ട്. നമ്മൾ അങ്ങനെയാണ് ചികിത്സ. അന്നേരം വല്യച്ഛൻ വന്ന് വല്യമ്മയെ കല്യാണം കഴിച്ച് ഇവിടെ ചികിത്സ തുടങ്ങി. വല്യച്ഛന്റെ കൂടെ നാട്ടുകാരാണ് ചികിത്സയ്ക്ക് പോകുന്നതല്ല. അങ്ങനെ നാട് നീളെ നടന്ന് ചികിത്സ നടത്തി ഇങ്ങനെ ഒരു ഗുരു ഉണ്ടായിരുന്നു അച്ഛന്, ലാടഗുരു. അത് വലിയ സിദ്ധനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലാടഗുരുവിനെ വ്യാസഭഗവാന്റെ അമ്മയ്ക്ക് വ്യാസഭഗവാൻ ഒരു അനുഗ്രഹം കൊടുത്തിട്ടുണ്ട്, എപ്പം ധ്യാനിച്ചാലും വരുമെന്ന്. അതുപോലെ ഈ ഗുരുവിനെ എപ്പം വല്യച്ഛൻ ധ്യാനിച്ചാലും പിന്നെ ഗുരു വരും. അത്രമാത്രം ഒരു വലിയ ആത്മബന്ധങ്ങളുള്ളതാ. അവര് ഈ അമ്മയുടെ കാലത്തും എൻ്റെ അമ്മയുടെ കാലത്ത് ഇവിടെ വരുമായിരുന്നു. വിഷചികിത്സ അതോട് നിന്ന്, വല്യച്ഛൻ മരിച്ചതോടെ വിഷചികിത്സ കുറെ കാലത്തേക്ക് നിന്ന് പോയി ഇവിടെ. എന്നിട്ട് ഈ ഗുരു എവിടാണോ ചികിത്സയ്ക്ക് പോകുന്നത് അവിടെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ സമയത്ത്
ഗുരു പ്രത്യക്ഷപ്പെടും. അത്രമാത്രം ഇവർ ആത്മബന്ധങ്ങളുള്ള ആൾക്കാരായിരുന്നു. അങ്ങനെയാണ് ഇവിടെ നാട്ടുകാർ പറഞ്ഞുള്ള അറിവില് വല്യച്ഛൻ പാമ്പിനെ വരുത്തി ചികിത്സിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പാമ്പിനെ വരുത്തി വിഷം എടുത്തിട്ടുണ്ടെന്നും വീട്ടുകാരുടെ അഭിപ്രായത്തില് വരുത്തി ചികിത്സിക്കാത്തത് കൊണ്ടാണ് ഇന്ന് ഈ കുടുംബം നിലനിൽക്കുന്നതെന്നും കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോകുന്നതെന്നും ഇവരുടെ എല്ലാ അഭിപ്രായങ്ങൾ. എന്റെ അമ്മ വരുത്തി ചികിത്സിച്ചിട്ടില്ല, വല്യച്ഛൻ, അച്ഛന്റെ അച്ഛനും പാമ്പിനെ വരുത്തി വെളിയിൽ പോകുമ്പോ, ഇവിടെ അല്ല, വീട്ടിൽ വെച്ചല്ല, വെളിയിൽ വീടുകളിലെല്ലാം വിളിച്ചോണ്ട് പോവാന്ന്. അന്ന് പിന്നെ ഈ പണമൊന്നും ഇല്ലല്ലോ, കട്ടിലിട്ട എടുത്തോണ്ടാ ഇവിടെ ആൾക്കാരെ കൊണ്ടുവരുന്നത്. എന്റെ അമ്മയുടെ കാലത്ത് പോയി. അതിനു മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനെ വിളിച്ചോണ്ട് പോയിട്ട് നാട്ടുകാരും കൂടെ കൂടിപ്പോയി അങ്ങനെയാണ് ചികിത്സിക്കുന്നത്. അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴും ഈ ഗുരു വരും. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ വരത്തില്ല. ഇനി ഗുരുവിന്റെ സാന്നിധ്യത്തിലാണോ പാമ്പിനെ വരുത്തിയതെന്ന് എനിക്ക് കറക്റ്റ് പറയാൻ ഞാൻ കണ്ട കാര്യമല്ല, അതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റത്തില്ല. അങ്ങനെയുണ്ട്, അങ്ങനെ ഒരു ഐതിഹ്യമുണ്ട്. അദ്ദേഹത്തിന്റെ മരണം എങ്ങനെയായിരുന്നു? ഞാൻ കണ്ടിട്ടില്ല. വല്യച്ഛനെ കണ്ടിട്ടില്ല, വല്യമ്മയെ കണ്ടിട്ടില്ല. അതോടെ ആ സ്റ്റോപ്പ് അവിടെ വെച്ച് ആ വല്യച്ഛന്റെ ഈ ഇത്രയും കാലത്തെ എത്ര കാലം ജീവിച്ചു. അച്ഛന്റെ ജ്യേഷ്ഠനാണോ? അതെ, അച്ഛന്റെ അച്ഛനാ. അതാണ് ഇലവന്തിട്ട അയത്തിൽ അപ്പൂപ്പന. ഇലവന്തിട്ട അയത്തിൽ തണ്ടാരുടെ മൂത്ത മകൻ. ഞാൻ ഇതൊക്കെ പറയുന്നതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയത്തിലുള്ളവർ കേട്ടിട്ട് ബാക്കിയുണ്ടെങ്കിൽ എന്തെങ്കിലും ചരിത്രങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ പറയട്ടെ. ഞാൻ അവിടെ ആകെ 2 പ്രാവശ്യമേ പോയിട്ടുള്ളൂ. ഞാൻ അവിടെ പോയിട്ട് എനിക്ക് 1-2 പ്രാവശ്യം അവിടെ പോയിട്ടുള്ളൂ. അതുകൊണ്ട് ആരെങ്കിലും കേട്ടിട്ട് കമന്റ് ആയിട്ട് ഇടുന്നെങ്കിൽ അവിടെ എത്ര കാലം ഉണ്ടായിരുന്നെങ്കിൽ പറയുന്നെങ്കിൽ പറഞ്ഞു. പട്ടയത്തിൽ ഇത് 3ാമത്തെ തലമുറയായപ്പോ ഞാന്, എന്റെ വല്യച്ഛനായിരുന്നു ചികിത്സ. അത് വല്യച്ഛൻ മരിച്ചതോട് ചികിത്സ നിന്നുപോയി. പിന്നെ എന്റെ അമ്മയെ കല്യാണം കഴിച്ച് എന്റെ അച്ഛൻ കല്യാണം കഴിച്ച് ഇവിടെ വന്നപ്പോഴാണ് ചികിത്സ തുടങ്ങുന്നത്. ചികിത്സ തുടങ്ങുന്നെന്ന് പറഞ്ഞാൽ അമ്മ പഠിച്ചിട്ടാണ് ചികിത്സ തുടങ്ങുന്നത്. അച്ഛൻ കണ്ടും കേട്ടും അറിയാം എന്നെ പോലെ. കൂടുതൽ അങ്ങ് ഗ്രാഹ്യമുള്ള ആളല്ലായിരുന്നു അച്ഛനും. ഇന്നലും അച്ഛന്റെ കൂടെ നടന്നുള്ള പരിചയം കൊണ്ടും ചികിത്സിച്ച് കണ്ടും ഉള്ള പരിചയം മാത്രം. ആ ഒരു കെയർ ഓഫിൽ അമ്മ വിഷവൈദ്യ പുസ്തകങ്ങൾ എടുത്തു വെച്ച് പഠിച്ചിട്ട് അമ്മയാണ് ഒരു 40-45 കൊല്ലത്തിന് മുന്ന് ഒരു 70-75 കാലഘട്ടത്തിൽ അമ്മ തുടങ്ങുന്നത്. ഈ നാട്ടില് അന്നൊക്കെ ആദ്യത്തെ ചികിത്സ എന്ന് പറഞ്ഞ മാധവമേശ്വരി എന്ന് പറയുന്ന ഒരാളാ. പുള്ളിയെ 22 ദിവസം ഇവിടെ ഇട്ട് ചികിത്സിച്ചു. അയാൾ രക്ഷപ്പെട്ടു. കാലൊക്കെ ഇത്രയും വണ്ണമാണ്. അത് ആ ചികിത്സിച്ച് രക്ഷപ്പെട്ടതോടെ നാട്ടുകാരെല്ലാം പിരിവെടുത്ത് പൈസ തരാൻ തുടങ്ങി. പൈസ തന്നിട്ട് ഈ ചികിത്സ കണ്ടിന്യൂ ചെയ്യണം, ഇത് നിർത്തരുതെന്ന് പറഞ്ഞ് അങ്ങനെ അന്ന് കാലത്തെന്ന് പറഞ്ഞാൽ നാട്ടിൽ ആരുടെ കയ്യിലും പൈസ ഇല്ല. ചാകുന്നെങ്കിൽ ഇവിടെ കിടന്ന് ചത്തോട്ടെ എന്നും പറഞ്ഞിട്ടാ കൊണ്ടുവരുന്നത്. കൊണ്ടുപോകാൻ പറയരുതെന്നും പറഞ്ഞിട്ടാ വരുന്നത്. അന്നേരം ആരെയും നമ്മൾ പറഞ്ഞു അങ്ങനെ പറയുമ്പോൾ പണമില്ലാരുടെ കയ്യിലും. ഓർത്തോണം, ഒരു 65-70 കാലഘട്ടങ്ങളിലെന്ന് പറഞ്ഞാൽ ആരുടെ കയ്യിലും പണമില്ല. അങ്ങനെ ചികിത്സ തുടങ്ങി അമ്മ റിസ്ക് എടുത്ത് ഒത്തിരി ജീവനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. നിറയെ ഈ നാട്ടില് കണ്ണന്, നമ്മുടെ ഇവിടെ ഒരു സ്റ്റുഡിയോക്കാരനുണ്ട്, കണ്ണൻ എന്ന പേര്. അവന് രക്തം പെടുക്കുകയും മൂത്രം ഒഴിക്കുന്നത് രക്തവാ, തുപ്പുന്നത് രക്തവാ. പക്ഷെ അത് രക്തമണലി അടിച്ചതാണ്, അത് രക്ഷപ്പെട്ടു. അതുപോലെ അങ്ങനെ പല മരിച്ചിട്ടുമുണ്ട് കേട്ടോ, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മുടെ ഇവിടെ അടുത്ത് എന്റെ തൊട്ട് പടിഞ്ഞാറ്റ വീട്ടിലെ ഗംഗാധരൻ എന്ന് പറയുന്ന ഒരാളെ പാമ്പ് കടിച്ച് വടക്ക് വെച്ചാ കടിച്ചു. പുള്ളി മരിച്ചുപോയി. അങ്ങനെ 1-2 ചികിത്സ തുടങ്ങിയതിന് ശേഷമാണോ? ചികിത്സ തുടങ്ങിയതിന് ശേഷം അങ്ങനെ മരിച്ചിട്ടുണ്ട്. എല്ലാവരും കാരിത്താസിൽ കൊണ്ടുപോയി ഒരു കുഞ്ഞിനെ, ഇവിടെ അടുത്തുള്ള പാറപ്പാട്ട അടുത്തുള്ള ഒരു കുഞ്ഞിനെ കാരിത്താസിൽ കൊണ്ടുപോയി. പണമുള്ള, അന്ന് കാശുള്ള ഒരു ടീമാണ്. പിന്നെ 10,000 രൂപ വേണമെന്ന് പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞു 10,000 രൂപ തരാം കിഡ്നി ഓപ്പറേറ്റ് ചെയ്യാൻ. 10,000 രൂപ തരാം, പക്ഷേ എന്ന് പറഞ്ഞ് കുഞ്ഞിന്റെ ആയുസ് രക്ഷപ്പെടുമോന്ന് പറയണമെന്ന് പറഞ്ഞു. അതിന് ഉറപ്പ് പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ആ കുഞ്ഞിനെ പിന്നെ ഇവിടെ കൊണ്ടുവന്ന് വെറും പച്ചമരുന്ന് അരച്ച് നാവിക്ക് വെച്ചോടനെ മൂത്രം പോയി. അത് മുയൽച്ചെവിയൻ എന്ന് പറയുന്ന ഒരു സാധനമാണ്. അത് നമ്മുടെ ഈ മുയൽച്ചെവിയനല്ല, ഈ ദശപുഷ്പത്തിലെ മുയൽച്ചെവിയനല്ല, വേറൊരു മുയൽച്ചെവിയനുണ്ട്. കയ്യാലയിലൊക്കെ നിപ്പുണ്ട്, മുയലിന്റെ ചെവി പോലുള്ള. അതിന് ചെറിയ കിഴങ്ങുണ്ട്. ആ കിഴങ്ങ് പറിച്ച് അരച്ച് നാവിക്ക് വെച്ചോടനെ മൂത്രം പോയി. പക്ഷെ കൊച്ചു മരിച്ചു കേട്ടോ, ആ കൊച്ചു മരിച്ചു പോയി. പക്ഷേ ഇങ്ങനെയാണ് ഒരു ചരിത്രം. അമ്മയെ അതുകൊണ്ട് നിറയെ ചികിത്സിച്ചിട്ടുണ്ട്, പിന്നെ കുറഞ്ഞു പോകുന്നുമുണ്ട്. ഇവിടെ ഞാൻ ചികിത്സിക്കാൻ പോയി ആരും മരിച്ചിട്ടില്ല. സീരിയസ് ആണെന്ന് തോന്നിയ പറഞ്ഞു വിടും. നമുക്ക് ഇന്ന് ആശുപത്രി നല്ല ചികിത്സ ഉണ്ട്. നമ്മള് ഈ
ഒരു ജീവനെ ഇട്ട് പരീക്ഷിക്കാനൊക്കത്തില്ല. അന്ന് കാലത്ത് പറ്റുമായിരുന്നു. ഉം. അതുകൊണ്ട് അമ്മ നിറയെ ചികിത്സിച്ചിട്ടുണ്ട്. നിറയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും കടിയാ, എന്നും പാമ്പ് കടിച്ച ആളാ. ഉം. അത് കണ്ടും കേട്ടും ഞാൻ ചെറുപ്പം മുതലേ ഞാൻ വളർന്നു. ഈ പാമ്പുകളിലെ ആ. ഈ തീവ്രത, അതായത് അതിന്റെ വിഷത്തിന്റെ എല്ലാം വിഷം ഉള്ളതാണോ, എല്ലാം ദംശിക്കുന്നതാണോ? എല്ലാം ദംശിക്കും, ചേരയും കടിക്കും. പക്ഷേ വിഷമില്ലല്ലോ ചേരയ്ക്ക്. ചേര കടിച്ചാല് പാമ്പ് ആയതുകൊണ്ട് ചിലപ്പോ അത് ചൊറിഞ്ഞു പൊട്ടും എന്തെങ്കിലും ചെയ്യും. മുള്ളു കൊണ്ടാ ചൊറിച്ചിൽ വരത്തില്ല. അതുപോലെ ചേര കടിച്ചാലും ചൊറിഞ്ഞു പൊട്ടും. നമ്മൾ ഇവിടെ വന്നാൽ മരുന്ന് കൊടുക്കാറുണ്ട്, പക്ഷെ വിഷമില്ല. അതുകൊണ്ട് നമ്മുടെ പൊളകൻ എന്ന് പറയും. അഴാന്ത പൊളകനല്ല, അല്ലാത്ത പൊളകനുണ്ട്, വെള്ളത്തിൽ പോകുന്നത്. അതിനൊന്നും വിഷമില്ല. നീർക്കോലിയുണ്ട്. പിന്നെ ഒരു സിദ്ധി കാര്യം കൂടെ പറയാം. ആറന്മുള അവര് താമസിക്കുക. അവര് വീട് വിറ്റിട്ട് അവര് മാറിപ്പോയത്. അവര് ഈ വെളിയിലോട്ട് ഇറങ്ങിയ ആ സ്റ്റെപ്പിൽ ഇറങ്ങിയ പാമ്പ് കടിക്കും. അവര് എപ്പോഴും ഇവിടെ വരും, എന്നും കടിക്കും. വലിയൊരു അതിശയം. എങ്ങനെയാണ് എന്നോട് ചോദിക്കുന്നത്, ഈ പാമ്പ് വരാതിരിക്കാൻ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, എനിക്ക് പാമ്പ് വരാതിരിക്കാൻ വെളുത്തുള്ളിയും കായവും ചതച്ച് അവിടെ ഇവിടെ ഇടുക, പടക്കം പൊട്ടിക്കുക, ഇതൊക്കെയാണ് നമ്മൾ പാമ്പിനെ ഓടിക്കാൻ നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ വേറെ ഒന്നും മാർഗം പാമ്പുകൾക്ക് കേൾക്കാൻ പറ്റില്ലെന്നല്ലേ പറഞ്ഞപ്പോ പടക്കം പൊട്ടിക്കുന്നതിന്റെ ഒരു കേൾക്കാൻ പറ്റില്ലെന്നല്ല. പാമ്പിന് കണ്ണും ചെവിയും ഒരേ അവയവമാണെന്നാ പറയുന്നത്. ഞാൻ പാമ്പിനെ ശസ്ത്രക്രിയ ചെയ്ത് നോക്കിയിട്ടില്ല. എനിക്കറിയാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു കേട്ടിട്ടുള്ള ശ്രവണമെന്നല്ലേ പറയുന്നത്, കണ്ണുകൊണ്ട് കേൾക്കുന്നവനെന്നല്ലേ? അങ്ങനെ ആയിരിക്കും. കേൾക്കുന്ന സമയത്ത് അതിന് കാണാൻ പറ്റില്ല, കാണുന്ന സമയത്ത് കേൾക്കാൻ പറ്റത്തില്ല. രണ്ടും കൂടെ. അതുകൊണ്ടാണ് രാത്രിയിൽ ഉപകാരപ്രദമായിക്കോട്ടെ ആർക്കെങ്കിലും രാത്രിയിൽ നടക്കുമ്പോൾ ലൈറ്റ് ഇല്ലെങ്കിൽ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് നടന്നാൽ മതി. നമ്മൾ കാലിട്ട് ഒരച്ചോണ്ട് നടന്നു കഴിഞ്ഞാൽ പാമ്പുണ്ടെങ്കിൽ പോകും. സൗണ്ട് കേട്ടാൽ അങ്ങ് പോകും. ഇത് എവിടെങ്കിലും ശ്രദ്ധിച്ചിരിക്കുവാണെങ്കിൽ ഇത് കേൾക്കില്ല. കണ്ടോണ്ടേ, എവിടെങ്കിലും കണ്ടോണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ കേൾക്കില്ല. ഏറ്റവും വിഷമുള്ള പാമ്പുകൾ ഏതൊക്കെയാണ്? രാജവെമ്പാലയാണ് ഏറ്റവും വിഷമുള്ള പാമ്പ്. രാജവെമ്പാല അത് കടിച്ചാല് ആ സെക്കൻഡിൽ തന്നെ പൊട്ടാസ്യത്തിനെക്കാട്ടി വിഷമാണെന്നാ പറയുന്നത്. അത് കടിച്ചാൽ ആ സെക്കൻഡിൽ തന്നെ മരിക്കും. അതാണ് പണ്ടുള്ളവർ പറഞ്ഞ് എട്ടി എവിടെ വെക്കത്തില്ലെന്ന് പറയുന്നതിന് കാരണം. 8 മൂർഖൻ എന്നും പറയും. അത് മൂർഖന്റെ അനം തന്നെയല്ല, മൂർഖന്റെ അനം തന്നെ. അങ്ങനെയാണ്. അപ്പൊ ഇതിന്റെ ഗ്രന്ഥങ്ങൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ഗ്രന്ഥങ്ങൾ? കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ദൂതനാൽ വേണം സകലതും അറിയുവാൻ, ദൂതനാകുന്നവൻ വന്നതും നിന്നതും വാക്കും സ്വഭാവവും നിൽക്കുന്ന രാശിയും ഓർക്കേണമായവൻ തന്നുടെ ചേഷ്ടയും ശ്വാസവേഗങ്ങളും മറ്റു വിധങ്ങളും സൂക്ഷ്മമായി അറിയണം വൈദ്യനാദ്യമായി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യമേ സൂക്ഷ്മമായി നമ്മൾ അറിയണം. മറ്റു കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താഹാരം കഴിച്ചിട്ടാണ് ഇരിക്കുന്നത്, എവിടെ ആയിരിക്കുന്നത്, ഉറക്കത്തിലായിരുന്നു, ദൂതൻ വരുമ്പോ അത്, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അതൊക്കെ പൂർണ്ണമായി പഠിച്ചിട്ടാണ് നമ്മൾ. ഇതൊക്കെ ഒരു നിമിഷം മതി. ഇത് അറിയാവുന്ന എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ഇതൊക്കെ കണ്ടാൽ ഒരു നിമിഷം മതി. അന്നേരം ദൂതനാൽ വേണം സകലതും അറിയുവാൻ. ഇങ്ങനെയാണ് അതിനകത്ത്. പിന്നെ ഈ രാശിയെ കുറിച്ചും കൂടെ ഒന്ന് പറയാം. മേടമാം രാശിയിൽ നിന്ന് ചൊന്നിടുകിൽ മൂർഖനാണെന്നറിഞ്ഞുകൊണ്ടിടണം. രണ്ടാമതുള്ള രാശിയിലെങ്കിലോ ശംഖുപാലൻ ജാതി എന്നറിഞ്ഞുകൊണ്ടിടണം. പിന്നെ മിഥുനമാം രാശിയിലെങ്കിലോ ധന്യയെ വേന്ദ്രനാണെന്നറിഞ്ഞുകൊണ്ടണം. ഒരു സൈഡിൽ ഇവിടെ എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല അത്ര പാമ്പിനെ. വേന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡിൽ പത്തിയും ഒരു സൈഡിൽ മൂർഖനും. മൂർഖന്റെ സ്വഭാവം കാണിക്കും, അണലിയുടെ സ്വഭാവം കാണിക്കും ആ പാമ്പ് എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ മാത്രമേ പത്തിയുള്ളൂ, ഒരു സൈഡേ വിരിയത്തുള്ളൂ. മറ്റേ പാമ്പിന്റെ രണ്ട് സൈഡിലും മൂർഖൻ പാമ്പിനെ കണ്ടിട്ടില്ല. പത്തി വിടർത്തുമ്പോ ഇങ്ങനല്ലേ, മറ്റേ ഒരു സൈഡിലേ ഉള്ളൂ. അങ്ങനത്തെ പാമ്പുണ്ടെന്നാ പറയുന്നത്. അതാ വേന്ദ്രൻ. മീനമാം രാശിയിൽ നിന്ന് ചൊന്നിടുകിൽ വേന്ദ്രനാണെന്ന് അറിഞ്ഞുകൊണ്ടിടണം. കർക്കടക രാശിയിൽ നിന്ന് ചൊന്നിടുകിൽ കർക്കശനായ മൂഷികൻ നിർണയം. ഇതെന്താന്ന് പറഞ്ഞ ഇങ്ങനെ പറയുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇത് ശിവനെ പാർവതിക്ക് പറഞ്ഞു കൊടുക്കുന്ന കിളിപ്പാട്ടായിട്ടാണ് അതിനകത്തുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. കർക്കിടകത്തിൽ വരുന്നത് ഏതാണ്? മൂഷികൻ. കർക്കടക രാശിയിൽ നിന്ന് ചൊന്നിടുകിൽ കർക്കശനായ മൂഷികൻ നിർണയം. എലിയാണ്. മൂഷികൻ നിർണയം. ചിങ്ങമാം രാശിയിലെങ്കിലോ ചേരയും, കന്നിയും തുലാത്തിങ്കലും മണ്ഡലിയും, വൃശ്ചികത്തിൽ തേളുമായിടുമേന. വൃശ്ചികത്തിൽ ധനുവിൽ കരിവഴലയാം ദൃഢം. അത് മൂർഖന്റെ അനവാ. പിന്നെ ധനുവിൽ കരിവഴലയാം ദൃഢം രാജിലമാകും മകരമാം രാശിയിൽ. കുംഭമാം രാശിയിൽ നീർക്കോലിയായിടും.
അവസാന രാശിയിൽ അല്ല, അവസാന രാശിയിൽ അതിന് മുന്നിലത്തെ രാശിയിൽ നീർക്കോലിയായിടും. കുംഭമാം രാശിയിൽ നീർക്കോലിയായിടും. അന്തിമ രാശിയിൽ നിന്ന് ചൊന്നിയിടുകിൽ വിഷമില്ലെന്നും അറിഞ്ഞുകൊണ്ട് ഇടണം. വിഷമില്ലെന്ന് അവസാനത്തെ രാശിയിലാണ് വിഷമില്ലെന്ന്. മീനത്തിൽ ഗരളം നാസ്തി ന്യൂനമുണ്ടെങ്കിലോ മൃതിയെന്ന്. എന്തെങ്കിലും അവിടെ വിഷം ഉണ്ടെന്ന് വന്നാൽ ആള് കാഞ്ഞു പോകുന്ന ഇത്രയും കാര്യങ്ങളാണ്. രാശി നമ്മളെങ്ങനെ നോക്കുവോ? വെച്ച് നോക്കിയല്ല, വരുമ്പോൾ തന്നെ ദൂതൻ വന്ന് എവിടാ നിക്കുന്നെന്ന് നോക്കിയിട്ട് ആ ഒരു അങ്ങനെ നല്ല രാശി വെച്ച് വലിയൊരു ഇത് വേണം, വേണം, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ പറയാൻ പറ്റൂ. ഞാൻ പണ്ടുള്ളവർ ചികിത്സിച്ച സമ്പ്രദായങ്ങൾ പറയുന്നത്, പണ്ടുള്ളവർ ചികിത്സിച്ച സമ്പ്രദായം എന്റെ കാര്യങ്ങളല്ല. ഇതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ അത്രമാത്രം നമ്മൾ റിസ്ക് എടുക്കേണ്ടത് കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ രാശിയൊന്നും നോക്കാറില്ല. എനിക്ക് അത്രമാത്രം ഞാൻ അഗാധമായി പഠിച്ചു. നമ്മുടെ ജ്ഞാനം എന്ന് പറയുന്നത് അത്രയും പെർഫെക്റ്റ് ആയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതായിരിക്കും അങ്ങനെയാണ് പാമ്പിന്റെ ഇനത്തെ കണ്ടുപിടിക്കുന്നത്. ഏത് രാശിയിൽ നിന്ന് കടിച്ച് എവിടെ നിന്നാണ് ആ ദൂതൻ വന്നത് എന്താന്ന് പറഞ്ഞാൽ എല്ലാം പ്രപഞ്ച ശക്തിയായി. ഇപ്പം വെപ്രാള പിടിച്ചാ വരുന്നത്. നമ്മളും ഒരു അപ്രതീക്ഷിതമായിട്ട് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ എവിടെ നിൽക്കുന്നത് നോക്കിയിട്ടാണ് ഈ പാമ്പിനെ നമ്മൾ ആദ്യമേ അതാക്കുന്നത്. അപ്പൊ ഈ ദൂതൻ വന്നതിന് ശേഷം ആണ് അങ്ങ് പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം നോക്കുന്നത്, ദൂതലക്ഷണവും അതുപോലെ തന്നെ ഈ രാശി നോക്കി പറയുന്നത്. എന്നാൽ ചിലപ്പോഴൊക്കെ കേട്ടിട്ടുണ്ട് അത്രയും വലിയ ഈ വൈദ്യന്മാര് രാവിലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് വൈകുന്നേരം എപ്പോഴെങ്കിലും ഒക്കെ പറയും ഇന്ന തെക്കുന്ന ഒരാൾ വരുന്നുണ്ട്, മരുന്നരയ്ക്കൂ എന്ന് വീട്ടിൽ പറഞ്ഞ് കുറെ കഴിഞ്ഞിട്ടാണ് ഈ ദൂതൻ വരുന്നതെന്ന്. അപ്പൊ അതെങ്ങനെയാണ് സംവേദനങ്ങൾ കിട്ടുന്നത്? അത് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. അത് ഇവിടെ അച്ഛൻ നോക്കിയിരിക്കും, വല്യച്ഛൻ ഇവിടെ നോക്കിയിരിക്കും. അല്ലെങ്കിൽ ഇപ്പം വിളിക്കാൻ ആള് വരുമെന്ന് പറയും, സാധനം എടുത്ത് വെക്കും. അതെങ്ങനെയാണെന്നുള്ളത് അറിയാമോ? അത് അതിനെ കുറിച്ച് അറിയില്ല. അതിനെക്കുറിച്ച് അറിയില്ല, അതെങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പൊ അവരും ഈ പ്രകൃതിയുമായിട്ട് എത്ര ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതായിരിക്കുമല്ലോ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. പ്രകൃതിയിൽ ഒരു സ്ഥലത്ത് ഇപ്പൊ മോഡേൺ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്, ഇപ്പം പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗത്ത് ഒരു എന്താ പറയാ ഒരു ചിത്രശലഭം ചിറകടിക്കുമ്പോൾ മറുഭാഗത്ത് എവിടെയെങ്കിലും സമുദ്രത്തിൽ ഒരു തിര പൊങ്ങുമെന്ന് പറയും. അതായത് സംഭവം എന്ന് വെച്ചാൽ ഒരു എവിടെയെങ്കിലും ഉണ്ടാകുന്ന ഒരു ചലനം തീർച്ചയായിട്ടും അത് മറുവശത്ത് എവിടെയെങ്കിലും ഒരു ഭാഗത്ത് അതിന്റെ ഒരു അല ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോ പ്രപഞ്ചത്തില് ആരെങ്കിലും ഒരാള് പാമ്പിനാൽ ദംശിക്കപ്പെടേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ അത്രയും ഫോക്കസ് ആയി നിൽക്കുന്ന ഒരു വൈദ്യന് അതിന്റെ ഒരു ഇത് കിട്ടും എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അതിന്റെ ഒരു വശം അങ്ങേക്ക് അറിയാമെന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അറിയില്ല.